ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ത്യൻ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഫ്രം ദി വെരി ബിഗിനിങ് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പഠിച്ചു, അതിൻ്റെ റിവിഷൻ ക്ലാസ് പോലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് രണ്ടാമത്തെ ഒരു ഏരിയ എന്നുള്ള നിലയിൽ സേലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. ധീരതയുടെ കാവലാണ് ആത്മവിശ്വാസം. ധീരതയുടെ കരുത്താണ് ആത്മവിശ്വാസം. ഇതെൻ്റെ വാക്കുകളല്ല, പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും തത്വചിന്തകനുമായ എമേഴ്സൻ്റെ വാക്കുകളാണ്. ഒരു വണ്ടിക്ക് എങ്ങനെ മുന്നോട്ട് പ്രവർത്തിക്കാൻ ഇന്ധനം പ്രാധാന്യം എന്നതുപോലെ നമുക്ക് വിജയത്തിലേക്ക് ഉള്ള പ്രയാണത്തിൽ അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ് ആത്മവിശ്വാസം. അതുകൊണ്ട് ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നിമിഷവും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ വളരെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് തന്നെ സഹകാരി റൈസ് പ്ലസിനോടൊപ്പം നിങ്ങളുടെ വിജയയാത്ര തുടരുക. ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ സേലിയൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ടോപ്പിക് ആരംഭിച്ചു. 5 ക്യാരക്ടർ ഫീച്ചേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. 5 ക്യാരക്ടർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വസ്തുതകൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഒരു എക്സാമിനേഷന് ആവശ്യമായിട്ടുള്ള, ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുതകളും അനുബന്ധ വിവരങ്ങളും ഒക്കെ പറഞ്ഞാണ് ഞാൻ ആ ക്ലാസ് എടുത്തത് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കത് എത്രത്തോളം എഫക്റ്റീവായി എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ശരി, എൻ്റെ ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ തുടരുകയാണ്. ഇനിയും അടുത്ത ഏരിയയും നമുക്കങ്ങനെ തന്നെ വിശദമായി തന്നെ പഠിച്ചു പോകാം. അപ്പോൾ 5ാമത്തെ നമ്മൾ പാർലമെൻ്ററി സിസ്റ്റം ആണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ 5ാമത് നമ്മൾ പറഞ്ഞത് പാർലമെൻ്ററി സിസ്റ്റമാണ് നമ്മുടെ രീതി എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ച 6ാമതായി നമ്മൾ പറയും, നോക്കൂ, സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സൂപ്പർമസി. സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സൂപ്പർമസി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻ്ററി സോവറിറ്റി, ജുഡീഷ്യൽ സൂപ്പർമസി, ആ വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാവുക നിങ്ങൾക്ക്? അതായത് പാർലമെൻ്ററി സോവറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാധികാരം, പാർലമെൻറ്റിന് പരമാധികാരമുണ്ട്. അപ്പോൾ ജുഡീഷ്യറിക്കോ? സൂപ്പർമസി, സർവാധികാരമുണ്ട്. പാർലമെൻറ്റിന് പരമാധികാരമുണ്ടെങ്കിൽ ജുഡീഷ്യറിക്ക് സർവാധികാരമുണ്ട്, സൂപ്പർമസിയാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? The framers of Indian Constitution have preferred a proper synthesis between British principles of parliamentary sovereignty and American principle judicial supremacy. കേട്ടോ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ ശില്പികൾ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ 2 കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നു എന്നാ പറയുന്ന ഭരണഘടനയിൽ. എന്തൊക്കെ കാര്യങ്ങൾ? ബ്രിട്ടീഷ് പ്രിൻസിപ്പിൾസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി, പാർലമെൻറ്റാണ് പരമാധികാരം എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രിൻസിപ്പിളും എടുത്തു. അമേരിക്കൻ പ്രിൻസിപ്പിളായ ജുഡീഷ്യൽ സൂപ്പർമസി, കോടതിയാണ് സർവാധികാരി എന്നുള്ള ആ തത്വവും കൂടെ കൊണ്ടുവന്ന് 2ഉം കൂടി ബ്ലെൻഡ് ചെയ്ത് ഒരു സിന്തസിസ്, ഒരു ബാലൻസ്ഡ് ആയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. നോക്കൂ, ദി ഫ്രെയിമേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് പ്രിഫേർഡ് എ പ്രോപ്പർ സിന്തസിസ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് പ്രിൻസിപ്പിൾസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് അമേരിക്കൻ പ്രിൻസിപ്പിൾസ് ഓഫ് ജുഡീഷ്യൽ സൂപ്പർമസി എന്ന് പറഞ്ഞാൽ, നോക്കൂ, പാർലമെൻറ്റ് ആൻഡ് സുപ്രീം കോർട്ട് 2 അധികാര സ്ഥാനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്തു മനസ്സിലായി? ആരാണ് ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്നത്? ഹു ക്യാൻ ഫോമുലേറ്റ് ലോ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, പാർലമെൻറ്റ്. ഇൻ ദി സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് എന്ന് നമ്മൾ പറയും. അപ്പം പാർലമെൻറ്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ ആണ് ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്നത്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മുടെ ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ പറയുന്നുണ്ട് പാർലമെൻറ്റിന്
ഏത് കാര്യം വേണോ മാറ്റം വരുത്താം ഭരണഘടനയിൽ എന്ന് പോലും പറയുന്നുണ്ട്. വേണമെങ്കിൽ അതുകൂടി ഒന്ന് ഓർത്തോളൂ. വിച്ച് അമെൻമെൻറ്റ് ആക്ട് എംപവേർഡ് പാർലമെൻറ്റ് ടു അമെൻഡ് എനി പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുണ്ട്. അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് അതുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 24th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1971, 1971 24ാം ഭേദഗതിയിലൂടെയാണ് പാർലമെൻറ്റിന് ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ട് എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നത്. അതൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. കോടതി പോലും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. കോടതി ഒരു കാര്യം പറഞ്ഞു, അത് പ്രിയാമ്പിളൊക്കെ എടുക്കുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഏത് ഭാഗവും ഭേദഗതി ചെയ്തോളൂ, പക്ഷെ തൊട്ടു പോകരുത് ഒരു സ്ഥലത്ത്. എവിടെയാണ്? ബേസിക് സ്ട്രക്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിലെ അടിസ്ഥാന ഘടനയിൽ തൊട്ട് കളിക്കരുത്. ബാക്കി നിങ്ങൾ ഏത് വേണോ ഭേദഗതി ചെയ്തോളൂ. അത് നമ്മൾ ആമുഖം എടുക്കുമ്പോൾ, പ്രിയാമ്പിൾ എടുക്കുമ്പോൾ ഞാനത് കൂടുതൽ വിശദീകരിക്കാം. ഏതൊക്കെയാണ് ബേസിക് സ്ട്രക്ചറിൽ വരുന്ന ആ ഘടകങ്ങളെന്നും കൂടി നമുക്ക് അവിടെ വിശദമായിട്ട് പഠിക്കാം. അതൊക്കെ പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, പോയിന്റുകളാണ്. അവിടേക്ക് വരാം. ഇപ്പം നമ്മൾ പറഞ്ഞു നോക്കൂ, നമ്മുടെ ഫ്രെയിമേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ കോടതിയുടെ പ്രാധാന്യവും ഒരു ബാലൻസ്ഡ് ആയിട്ട് നിർത്തിയിരിക്കുകയാണ്. അതായത് ഇൻ ഇന്ത്യ ലോ ക്യാൻ ബി formulated by the parliament, but if such law is unconstitutional, court can interpret. തീർച്ചയായിട്ടും ആ ലോ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയാൽ, ഭരണഘടനാ വിരുദ്ധമായാൽ, ജനവിരുദ്ധമായാൽ ആരിടപെടും? സർവാധികാരിയായ കോടതി ഇടപെടും. കോടതിക്ക് അങ്ങനെ ഇടപെടാനുള്ളൊരു അവകാശമുണ്ട്. ആ അവകാശത്തിൻ്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. പിന്നീട് നമ്മൾ പഠിക്കും ജുഡീഷ്യൽ റിവ്യൂ പവർ എന്ന് പറഞ്ഞാൽ ദി സ്പെഷ്യൽ പവർ ഓഫ് കോർട്ട് ടു റിവ്യൂ ദി ലോ ഫോർമുലേറ്റഡ് ബൈ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇഫ് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സച്ച് ലോ ക്യാൻ ബി സസ്പെൻഡഡ് ബൈ ദി കോർട്ട്. നിയമവിരുദ്ധമായി ഒരു നിയമം നിർമ്മിച്ചു വച്ചാൽ, ഭരണഘടനാ വിരുദ്ധമായി ഒരു നിയമം നിർമ്മിച്ചു വച്ചാൽ ആ നിയമത്തിന് നിലനിൽപ്പില്ല. കോടതി ഇടപെടും, അതിനടുത്ത് ദൂരെ കളയും. എത്രയോ സംഭവങ്ങൾ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട് എന്ന് കരുതി എന്തു നിയമവും നിർമ്മിക്കാൻ അധികാരമില്ല. നിയമം നിർമ്മിക്കാനുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോവറിറ്റി, പരമാധികാരം അവർക്കുണ്ട്. പക്ഷേ അത് നിയമവിരുദ്ധമായിട്ടാണ് നിയമം നിർമ്മിച്ചു വച്ചിരിക്കുന്നതെങ്കിൽ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണ് നിയമം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ, ജനവിരുദ്ധമായാണ് നിയമം നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അത് റദ്ദ് ചെയ്യാനുള്ള അധികാരം കോടതിക്കുമുണ്ട്. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ആക്കിയാണ് നമ്മുടെ ഭരണഘടന വച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ? അപ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധാപൂർവമേ നമ്മുടെ നിയമനിർമ്മാതാക്കൾ നിയമം നിർമ്മിക്കുകയുള്ളൂ. നിയമനിർമ്മാണത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ ആ നിയമം നിലനിൽക്കില്ല എന്ന ബോധ്യത്തോടുകൂടി മാത്രമേ നിയമനിർമ്മാണം നടത്തുകയുള്ളൂ. അതാണ് സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സൂപ്പർമസി. പാർലമെൻറ്റിന് അധികാരമുണ്ട്, പക്ഷേ ആ പാർലമെൻറ്റിൻ്റെ അധികാരത്തിന് ഒന്ന് കടിഞ്ഞാണിടാൻ, അത് ഭരണഘടനാപരമായിട്ടാണോ പാർലമെൻറ്റ് അധികാരം വിനിയോഗിക്കുന്നതെന്ന് നോക്കാനുള്ള ഒരു അധികാരം ആർക്കുമുണ്ട്? കോടതിക്കുമുണ്ട്. ഇത് ബാലൻസ്ഡ് ആയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. എത്ര നല്ല പോയിൻ്റാണ് അല്ലേ? അപ്പോൾ സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സൂപ്പർമസി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ദി സിന്തസിസ് ഓഫ് പാർലമെൻ്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സൂപ്പർമസി. ക്ലിയർ ആയല്ലോ? അത് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാമല്ലോ. 7ാമത്തെ പോയിന്റ് നോക്കൂ, നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഇങ്ങനെയാണ് ഭരണഘടനാ പ്രകാരം വിഭാവന ചെയ്തിരിക്കുന്നത്. എങ്ങനെ? ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം സംയോജിതവുമാണ്, എന്നാൽ സ്വതന്ത്രവുമാണ്. സ്വതന്ത്രവും സംയോജിതവുമായ ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് നമുക്കുള്ളത്. നോക്കൂ, സുപ്രീം കോടതി ഏറ്റവും മേളിൽ നിന്ന് താഴേക്ക് പറഞ്ഞാൽ നമുക്ക് പറയാം. സുപ്രീം കോർട്ട്, പിന്നെ ഹൈക്കോർട്ട്, അതിന് താഴെ ഡിസ്ട്രിക്ട് കോർട്ട്, അതിന് താഴെ സബ് കോർട്ടുകൾ, അതിലാണ് നമ്മൾ പറയുന്നത് മുൻസിഫ് കോർട്ട്, മജിസ്ട്രേറ്റ് കോർട്ട്. സബ് കോർട്ടിന് ആയിട്ട് നമ്മൾ പറയുന്നത് മുൻസിഫ് കോർട്ട് ആൻഡ് മജിസ്ട്രേറ്റ് കോർട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഹൈറാർക്കി വരുന്നത്. സുപ്രീം കോർട്ട് ഏറ്റവും ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠമായി സുപ്രീം കോർട്ട്. ഇനി സംസ്ഥാനങ്ങളുടെ അപ്പെക്സ് കോർട്ടായിട്ടുള്ള ഹൈക്കോർട്ട് അതിന് താഴെ വരും, ഹൈക്കോടതികൾ. അതിന് താഴെ ഡിസ്ട്രിക്ട് കോർട്സുകൾ വരും. അതിന് താഴെ സബ് കോർട്ട് വരും. സബ് കോർട്ടാണ് നമ്മൾ പറഞ്ഞ എന്താണ്, മുൻസിഫ് കോർട്ടും മജിസ്ട്രേറ്റ് കോർട്ടും എന്നുള്ള 2 രീതിയിലുള്ള കോടതി വരും. ഇതെല്ലാം
ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓരോന്നും പ്രവർത്തിക്കുന്നത്. പക്ഷേ അതൊരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഭാഗവുമാണ്. ഇതാണ് നമ്മുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ കീഴ്ക്കോടതിയിലൊരു കേസ് പരാജയപ്പെട്ടാൽ മേൽക്കോടതിയിൽ പോകുന്നു. അത് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കീഴ്ക്കോടതി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പ്രത്യേകതയാണ് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ജുഡീഷ്യറിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിക്കാം. ഇവിടെ ഇത്രയും പരിസ്ഥിതിക്ക് ഒരു കാര്യം ഇവിടെ ഓർത്തോളുക, ഈ മുൻസിഫ് കോർട്ടും മജിസ്ട്രേറ്റ് കോർട്ടും അതെന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. ദി ലോവസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ വിച്ച് ഡീൽസ് വിത്ത് സിവിൽ കേസസ്. സിവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും ലോവസ്റ്റ് കോർട്ടിൻ്റെ പേരാണ് മുൻസിഫ് കോർട്ട്. അപ്പോൾ ഇതോ ദി ലോവസ്റ്റ് കോർട്ട് ഇൻ ഇന്ത്യ വിച്ച് ഡീൽസ് വിത്ത് ക്രിമിനൽ കേസ്, അത് മജിസ്ട്രേറ്റ് കോർട്ട്. അപ്പോൾ ഒരു നമ്മുടെ രാജ്യത്ത് ഏറ്റവും താഴ്ന്ന കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതിയെ നമുക്ക് മുൻസിഫ് കോർട്ട് എന്ന് വിളിക്കാം. എന്നാൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന താഴ്ന്ന കോടതിയെ നമുക്ക് മജിസ്ട്രേറ്റ് കോടതി എന്ന് വിളിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചുകൊള്ളുക, സംടൈംസ് എ കോർട്ട് വിച്ച് ഡീൽസ് വിത്ത് ബോത്ത് സിവിൽ കേസസ് ആൻഡ് ക്രിമിനൽ കേസസ് അറ്റ് ദി സെയിം ടൈം, സച്ച് കോർട്ട് ഈസ് കാൾഡ് മുൻസിഫ് മജിസ്ട്രേറ്റ് കോർട്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു കീഴ്ക്കോടതി ക്രിമിനൽ കേസുകളും സിവിൽ കേസുകളും ഒരുമിച്ച് കൈകാര്യം ചെയ്യാറുണ്ട്. ആ കോടതി വിളിക്കുന്ന പേര് മുൻസിഫ് മജിസ്ട്രേറ്റ് കോർട്ട് എന്നാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ദി ഫെഡറൽ ജുഡീഷ്യറി എൻഫോഴ്സസ് ഫെഡറൽ ലോസ്. നമ്മുടെ രാജ്യത്തെ ഫെഡറൽ ലോസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഫെഡറൽ കോർട്ടാണ്. നമ്മുടെ ഫെഡറൽ കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്, ഏറ്റവും പരമോന്നതമായ കോർട്ട്. ദി സ്റ്റേറ്റ് ജുഡീഷ്യറി എൻഫോഴ്സസ് സ്റ്റേറ്റ് ലോസ്. നമ്മുടെ സംസ്ഥാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതലും നമ്മൾ കൈകാര്യം ചെയ്യുന്ന അത് ഏതാണ്? സംസ്ഥാനത്തെ കോടതികളാണ്. അതായത് സ്റ്റേറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസ്ഥാനത്ത് ഒരു കേസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോകുന്നത് എവിടെയാണ്? ഹൈക്കോടതിയിൽ. അവിടെയും നിന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്, സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അങ്ങനൊരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആണ് നമ്മൾ ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റുമാണ്, ഓരോന്നും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതുമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്ക് എട്ടാമത്തിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയിലെ മറ്റൊരു പ്രധാന സ്വഭാവവിശേഷം എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ഫീച്ചറിൽ വരുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഞാനിവിടെ കൂടുതലൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് 2-3 ക്ലാസ്സുകളെങ്കിലും കൊണ്ടേ നമുക്ക് തീരുള്ളൂ. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇത് വിശദമായി പഠിക്കാം. മാത്രമല്ല ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കും ഒരു 2 മാർക്കെങ്കിലും പ്രതീക്ഷിക്കാം. കാരണം അതിൽ നിന്ന് ഒരുപാട് ഏരിയകളിലേക്ക് നമുക്ക് പോകും ആ ടോപ്പിക്ക് എടുക്കുമ്പോൾ. അതുകൊണ്ടൊരു 2 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു മേഖലയാണ്. കാരണം അത് പഠിക്കുമ്പോൾ നമ്മൾ റിട്ടുകൾ പഠിക്കും, 5 തരം റിട്ടുകളെക്കുറിച്ച് പഠിക്കും, ആ റിട്ടുകളുടെ പ്രത്യേകതകൾ പഠിക്കും. ഇതെല്ലാം ഇതിനകത്ത് പഠിച്ചു പോകേണ്ട, അത് നമുക്ക് എടുക്കാം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്യാരക്ടർ ഫീച്ചറായിട്ട് കൊടുത്തിരുന്നതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് 1-2 കാര്യം പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനകത്തുള്ള ഒരു പ്രധാന സവിശേഷത. വാട്ട് യു മീൻ ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? നമ്മളെപ്പോഴും പറയുന്നതാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിലൊക്കെ എപ്പോഴും നമ്മൾ ആരോടെങ്കിലുമൊക്കെ തർക്കിക്കുമ്പോഴും വഴക്കൂടുമ്പോഴും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇതെൻ്റെ മൗലിക അവകാശമാണ്. അപ്പോഴവർ ചോദിക്കും, എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരരുത്, നാണക്കേടാണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ബേസിക് ഫ്രീഡംസ് ഗ്യാരണ്ടീഡ് ടു ദി ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. കറക്റ്റ് ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ബേസിക് ഫ്രീഡംസ് ഗ്യാരണ്ടീഡ് ടു ദി ഇൻഡിവിജ്വൽ ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളുടെ പേരാണ് മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എനിക്കും നിങ്ങൾക്കും ഒക്കെ അവകാശപ്പെട്ട നമ്മുടേതായ അവകാശത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിൻ്റെ പേരാണ് മൗലികാവകാശം അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് ഭരണഘടനയിൽ വളരെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവവിശേഷതയിൽ ഉൾപ്പെട്ടതാണ്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ സ്റ്റേറ്റഡ് ഇൻ പാർട്ട് 3 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് എത്ര ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ആദ്യ പോയിൻ്റായിട്ട് നമ്മൾ പഠിച്ചു ബൾക്കിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ലെങ്തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ തുടക്കത്തിൽ 22 ഭാഗങ്ങളും ഇപ്പോൾ 25 ഭാഗങ്ങളും ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ 25 പാർട്സിൽ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്
വിവരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പാർട്ട് 3 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ കൂടി നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. ആർട്ടിക്കിൾ 12 to 35 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 വരെ ആണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. കാരണം ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത് പല പരീക്ഷകൾക്കും ചോദിക്കുകയും പലരും തെറ്റിക്കുന്നതുമായൊരു കാര്യമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ ബട്ട് നോട്ട് അബ്സല്യൂട്ട്. ഈ വാക്കുകൾ പലരെയും കുഴപ്പിക്കും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ. ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയും എന്നാ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ കോർട്ട്. കോടതിയിലൂടെ എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കും അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഇഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ഈസ് വയലേറ്റഡ് ഹി ക്യാൻ അപ്രോച്ച് ഹൈ കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 226 ആൻഡ് സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 32. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു പൗരന് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാം, സുപ്രീം കോടതിയെ പോലും നേരിട്ട് സമീപിക്കാം. നമുക്ക് സുപ്രീം കോടതിയൊക്കെ നേരിട്ട് സമീപിക്കാൻ കഴിയുന്ന ഏക സാഹചര്യം അതാണ്. മൗലികാവകാശങ്ങൾ വയലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകാം. സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരം, ഹൈക്കോർട്ടിലേക്ക് പോകുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരം. അപ്പോൾ നോക്കൂ, ഈ 2 ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ലേ? ഈ 2 ആർട്ടിക്കിൾ നമ്മുടെ മുമ്പിലില്ലേ? ഈ ആർട്ടിക്കിളിലൂടെ നമ്മൾ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? കോടതിയിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കും. നമ്മുടെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിന്, സംരക്ഷിച്ചു തരുന്നതിന് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും. ദി ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട് ടു പ്രൊട്ടക്ട് ഓർ എൻഫോഴ്സ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ഈസ് കോൾഡ് റിട്ട്. അതാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ട്. അങ്ങനെ റിട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മുടെ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്ന കോടതികളാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന കോടതികൾ ഏതൊക്കെ? കോർട്ട് വിച്ച് പ്രൊട്ടക്ട്സ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. ആർട്ടിക്കിളൂടെ ഇപ്പോഴേ മനസ്സിൽ പതിപ്പിച്ച് വെച്ചോളൂ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ട്, ആർട്ടിക്കിൾ 32 സുപ്രീം കോർട്ട്. ക്ലിയർ ആയല്ലോ? ഇവിടെ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ അത് ജസ്റ്റിസിബിൾ അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ. പക്ഷേ നമ്മൾ പ്രിയാമ്പിൾ പഠിക്കുമ്പോൾ പറയും പ്രിയാമ്പിൾ ഈസ് നോട്ട് ജസ്റ്റിസിബിൾ, നോൺ ജസ്റ്റിസിബിൾ. അടുത്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് 4ാമത്തെ പാർട്ടിലേക്ക് പോകുമ്പോൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസിബിൾ എന്ന് പഠിക്കും. അത് കഴിഞ്ഞ് 4A പഠിക്കുമ്പം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ നോൺ ജസ്റ്റിസിബിൾ. ഇതൊരു ചാർട്ട് പോലെ ഇപ്പം തന്നെ മനസ്സിൽ നിങ്ങൾ ഇട്ടോളൂ. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിൾ. ദീസ് ആർ നോൺ ജസ്റ്റിസിബിൾ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദ്യമാണ്. ഇപ്പം പഠിച്ചാൽ ഇനി മാർക്കരുത്. അപ്പോൾ ജസ്റ്റിസിബിൾ ഏതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രം. ബാക്കി നമ്മൾ പറഞ്ഞ പ്രിയാമ്പിളായാലും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയാലും ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആയാലും നോൺ ജസ്റ്റിസിബിൾ, കനോട്ട് ബി എൻഫോഴ്സിബിൾ ബൈ കോർട്ട് ഓഫ് ലോ. കോടതികളിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് പഠിക്കണം. പക്ഷേ ഇവിടെ ഒരു വാക്കാണ് നിങ്ങളെ കുഴപ്പിക്കുന്നത് പലരെയും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വാക്ക് കിടക്കുന്നുണ്ടോ? ബട്ട് നോട്ട് അബ്സല്യൂട്ട്. ഈ അടുത്ത കാലത്ത് നടന്ന PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ ഞാൻ കണ്ട ഒരു സ്ഥിരം ചോദ്യമായിരുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ. ചോദ്യമാണ് ഞാൻ പറയുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ, ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. എന്നിട്ട് ഓപ്ഷനാണ് വരുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ: 1 ജസ്റ്റിസിബിൾ, 2 അബ്സല്യൂട്ട്, 3 നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, 4 ക്യാൻ ബി അമെൻഡഡ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസിബിളാണ്, ശരിയല്ലേ? അത് ശരിയാണ്, ജസ്റ്റിസിബിളാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വാക്ക് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് എന്നാണ് പറയുന്നത്. അവിടെയാണ് വിഷയം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സമ്പൂർണ്ണമാണ്. അതിൽ ഒരു കാര്യവും മാറ്റം വരുത്താൻ പറ്റില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. എന്നാൽ അങ്ങനെയാണോ? റീസണബിൾ റെസ്ട്രിക്ഷൻസ് ക്യാൻ ബി ഇമ്പോസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആവശ്യാനുസരണം നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുകൂടെ? ഇപ്പോൾ റൈറ്റ് ടു ട്രാവൽ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. നമുക്ക് വഴി നടക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യം,
പക്ഷേ COVID-19 സമയത്ത് സർക്കാർ നമ്മളോട് പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അപ്പോൾ നമ്മൾ പറയൂ ഇത് മൗലികാവകാശ ലംഘനമാണ്, ഞങ്ങൾ പുറത്തിറങ്ങും എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഫോർ ദി പബ്ലിക് ഇൻട്രസ്റ്റ് സർട്ടൺ റെസ്ട്രിക്ഷൻ ക്യാൻ ബി ഇമ്പോസ്ഡ് ബൈ ദി ഗവൺമെൻറ്. ഇങ്ങനെ പൊതുജന താല്പര്യത്തിന് വേണ്ടി നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലപ്പോൾ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്. അബ്സല്യൂട്ട് എന്നാണ് ഭരണഘടന എഴുതി വച്ചിരുന്നു എങ്കിൽ കോവിഡ് സമയത്ത് സർക്കാർ പറയുന്നു പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോൾ നമ്മൾ പറയും പുറത്തിറങ്ങും. കാരണം അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് സിറ്റിസൺ എന്ന് നമ്മൾ വാദിച്ചനെ. പക്ഷെ അങ്ങനെയല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസിബിൾ. നിഷേധിച്ചാൽ നമുക്ക് കോടതിയിൽ പോകാം. പക്ഷെ ചില നിയന്ത്രണങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവന്നാൽ കോടതിയിലൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്. അങ്ങനെ സമ്പൂർണ്ണമല്ല. പിന്നെ അടുത്ത ഞാൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവാണ്. ശരിയാണ്. നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. നിങ്ങൾ എവിടെ വേണോ സഞ്ചരിച്ചോളൂ. ഫ്രീഡം ടു ട്രാവൽ, ഫ്രീഡം ടു സ്പീച്ച് ഓർ എക്സ്പ്രഷൻ, ഫ്രീഡം ടു റിസൈഡ് ഓർ പെർമനൻ്റ്ലി സെറ്റിൽ ഇൻ എനി പ്ലേസ് എന്നൊക്കെ പോസിറ്റീവായിട്ട് പറയുന്നതാണ്. ഇത് പ്രൊഹിബിറ്റ്സ് ചൈൽഡ് ലേബർ. കണ്ട, ബാലവേല അരുത്, ആയിത്തമരുത്. പ്രൊഹിബിറ്റ്സ് അൺടച്ചബിലിറ്റി. അപ്പം ചെയ്യരുത് എന്നും പറയുന്നു, ചില കാര്യങ്ങൾ ചെയ്യാനും പറയുന്നുണ്ട്. പോസിറ്റീവും നെഗറ്റീവുമാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ് ക്യാൻ ബി ചേഞ്ചബിൾ. തീർച്ചയായിട്ടും നമ്മൾ മാറ്റിയിട്ടുണ്ടല്ലോ, ഭേദഗതിക്ക് വിധേയമാക്കാമല്ലോ. അതാണ് അത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരട്ടെ, നമുക്കതൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ആ ടോപ്പിക് കൂടെ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ തരുന്ന വാക്കാണ്. ഉറപ്പായിട്ടും നമുക്ക് അങ്ങനെ തന്നെ അത് പഠിച്ചു പോകാം. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേക സവിശേഷതയാണെന്ന് ഓർത്തുകൊള്ളുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കാം. ഇനി നോക്കൂ 9ാമത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. വിശദമായി നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് അതിൽ ഈ ഫീച്ചർ മാത്രം ഞാനിന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്കിൽ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ആർട്ടിക്കിൾ 12 to 35 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എങ്കിൽ അത് കഴിഞ്ഞു വരുന്നത് 36 to 51 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നത്. 36 to 51 ഇത് രണ്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ ഓർമ്മയുണ്ടോ? പിന്നെ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെന്താണ്, ഫിലോസഫിക്കൽ പാർട്ടാണ് ഇത് രണ്ടും. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അമേരിക്കയിൽ നിന്നും കടം വാങ്ങി, അയർലൻഡിൽ നിന്നും കടം വാങ്ങി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമേരിക്കയിൽ നിന്ന്, ഇത് അയർലൻഡിൽ നിന്ന്. ക്ലിയർ അല്ലേ? നമ്മളന്ന് അവിടെ പറഞ്ഞതാണ്, ഓർത്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ഒരു വിശേഷണം നൽകിയിട്ടുണ്ട്. ഒരുപാട് പേര് പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് ആ ടോപ്പിക് എടുക്കുമ്പോൾ പറയാം. പക്ഷേ ഇപ്പം നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ഒരു വിശേഷണം ഓർക്കുക. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹൂ ടേംഡ് അല്ലെങ്കിൽ ഹൂ ലേബിൾഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആസ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഡോക്ടർ BR അംബേദ്കർ, ദി ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചതാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ബേസ്ഡ് ഓൺ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ, സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾ. Actually, directive principles are based on 3 principles: Gandhian principles, socialist principles and liberal intellectual principles. ഇതൊക്കെ എന്താണെന്ന് ഈ ടോപ്പിക് എടുക്കുമ്പം പറയാം. പോരെ? ഓക്കെ. അപ്പോൾ ഇത്രയും ഓർത്തോളൂ. ഇതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശവും കൂടി പറഞ്ഞ് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. വാട്ട് ഈസ് ദി ഓബ്ജക്റ്റ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് വെച്ചാൽ ടു മേക്ക് അവർ നാഷൻ എ വെൽഫെയർ സ്റ്റേറ്റ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ മേക്കിംഗ് അവർ നാഷൻ എ വെൽഫെയർ സ്റ്റേറ്റ്. നമ്മുടെ രാജ്യത്തെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക എന്നാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നെക്സ്റ്റ് നോക്കാം ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇതും മറ്റൊരു പ്രത്യേകതയാണ്. ഇതില്ലായിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പഠിച്ചു, ആദ്യ ക്ലാസ്സിൽ പഠിച്ചു. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനൊരു അധ്യായമില്ലായിരുന്നു. എപ്പോഴാണ് ഇങ്ങനൊരു അധ്യായം കൂട്ടിച്ചേർത്തത്? 1976 42nd അമെൻമെൻറ്റ് ആക്റ്റിലൂടെ പാർട്ട് 4A ഉൾപ്പെടുത്തിയ കാര്യമൊക്കെ ഞാൻ
ഇതിൻ്റെ ആദ്യ പോയിന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, റൈറ്റ്സ് അല്ല, റൈറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്നു, ഇത് പിന്നീട് വന്നതാണ്. അമെൻഡ്മെൻറ്റ് ഓർത്തോളുക, അമെൻമെൻറ്റ് ഏതാണ്? ആഡഡ് ബൈ 42nd അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. അത്രയും ഓർത്താൽ മതി. വിശദമായിട്ട് നമുക്ക് പിന്നീട് പഠിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പം പറയുന്നില്ല. നോക്കൂ, അപ്പം 11ാമത്തെ പോയിന്റ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. എന്താണ് സെക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്ത്യ ഹാസ് നോ റിലീജിയൺ ഓഫ് ഇറ്റ്സ് ഓൺ. ഇന്ത്യക്ക് സ്വന്തമായൊരു മതമില്ല. ഇറ്റ് ഈസ് ന്യൂട്രൽ ഇൻ ദി മാറ്റർ ഓഫ് റിലീജിയസ് അഫേഴ്സ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഔദ്യോഗിക മതമില്ല. നോക്കൂ, അത് തന്നെയാണ് ഇന്ത്യയുടെ സൗന്ദര്യം, അത് തന്നെയാണ് ഇന്ത്യയുടെ ചൈതന്യം. മറ്റ് പല ലോകരാഷ്ട്രങ്ങളും മതരാഷ്ട്രങ്ങളായി നിൽക്കുമ്പോൾ ഇന്ത്യ മതേതര രാഷ്ട്രമായി നിൽക്കുന്നു, സെക്കുലർ സ്റ്റേറ്റായി നിൽക്കുന്നു. ഇന്ത്യ ഡസ് നോട്ട് അപ്ഹോൾഡ് എനി പർട്ടിക്കുലർ റിലീജിയൺ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഇന്ത്യൻ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രത്യേക മതമില്ല. അതിനർത്ഥം എന്താണ്? എല്ലാ മതങ്ങളെയും നമ്മൾ നിഷേധിക്കുന്നതാണോ? അല്ല. വി റെസ്പെക്റ്റ് ഓൾ റിലീജിയൻസ്. എല്ലാത്തിനും റെസ്പെക്റ്റ് ചെയ്തു, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നു, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്നു, സംയോജിത സംസ്കാരത്തെ നമ്മൾ സ്വീകരിക്കുന്നു. അവിടെ ഏത് ജാതിക്കാരും ഏത് മതസ്ഥരും ഏത് വിശ്വാസ പ്രമാണങ്ങൾ മുറുകെ പിടിക്കുന്നവരും അവർക്കൊക്കെ ഇന്ത്യൻ മണ്ണിൽ ഇടമുണ്ട് എന്നാണ് പറയുന്നത്. സെക്കുലർ സ്റ്റേറ്റ് ആണ്. ദി പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ റിവീൽ സെക്കുലർ ക്യാരക്ടർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എപ്പോഴും നമ്മൾ സെക്കുലറിസത്തെ മുറുകെ പിടിക്കുന്നു. ആർട്ടിക്കിൾ 14 സെക്കുലറിസത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ സെക്കുലറിസവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഇവിടെ പറയുന്നത്. ഇത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, കാരണം ഇതെല്ലാം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ പറയാം, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോവുക. ആർട്ടിക്കിൾ 14 ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. 14 പറയുന്നത് സെക്കുലർ അല്ലേ? അത് എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ ഒന്നാണ്. 15 പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷൻ എക്സെട്ര. ജാതി, മത, വർഗ, വർണ്ണ, ലിംഗ, പ്രദേശ വ്യത്യാസമൊന്നും പാടില്ല എന്ന് പറയുന്നു. അവിടെയും വരുന്നു സെക്കുലറിസം. 16 പറയുന്നു, ആർട്ടിക്കിൾ 16 ഗ്യാരണ്ടീസ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഇൻ ദി മാറ്റർ ഓഫ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം പിന്നീട് വിശദീകരിച്ച് പഠിക്കാം. 25 പറയുന്നത് നോക്കൂ, എനി റിലീജിയൻ ക്യാൻ ബി ചൂസൺ ബൈ ദി സിറ്റിസൺ ഓഫ് ഇന്ത്യ. എ സിറ്റിസൺ ക്യാൻ ചൂസ് എനി റിലീജിയൻ ഓഫ് ഹിസ് ഓൺ ചോയ്സ്. ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. സെക്കുലറിസം അല്ലേ അത്? ഇനി 26 എന്താണ്? ആർട്ടിക്കിൾ 26 പറയുന്നത് ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്. 25 ഫ്രീഡം ടു ചൂസ് എനി റിലീജിയൻ ഓഫ് ഓൺ ചോയ്സ്. 26 പറയുന്നത് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫേഴ്സ്. 27 ഫ്രീഡം ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് എ പർട്ടിക്കുലർ റിലീജിയൻ. ഒരു മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല, വിശദമായിട്ട് വേണ്ട, ഇതെല്ലാം നമ്മൾ പഠിക്കാൻ പോവുകയാണ് അടുത്ത ടോപ്പിക്കുകളിൽ. 28 നിങ്ങൾ നിർബന്ധമായും പഠിക്കണം, പ്രത്യേകിച്ച് ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവർ, HSST-കാർ, HSA-കാർ, LPUP-കാർ ഒക്കെ ഓർക്കേണ്ടതാണ്. കാരണം 28 പറയുന്നത്, ഞാനതിൻ്റെ പ്രധാന പോയിൻ്റേ പറയുന്നുള്ളൂ, പിന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എടുക്കുമ്പോൾ കൂടുതൽ പറയാം. 28 പറയുന്നത് ആർട്ടിക്കിൾ 28 പ്രൊഹിബിറ്റ്സ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻറ്റൈൻഡ് ബൈ ദി സ്റ്റേറ്റ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മതബോധനം പാടില്ല. എന്തുകൊണ്ട്? ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. 29 എന്താണ്? ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ട്സ് മൈനോറിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അത് 29ഉം 30ഉം മൈനോറിറ്റി റൈറ്റ്സ് പ്രൊട്ടക്ഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ട്സ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് മൈനോറിറ്റി. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം. കണ്ടോ, ഇന്ത്യ സെക്കുലർ സ്റ്റേറ്റ് ആണ്. ന്യൂനപക്ഷങ്ങളൊന്നും തള്ളിക്കളയില്ല, അവരെയും കൂടെ ഉൾക്കൊള്ളുന്നു. 30 അതും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 30 ഗീവ്സ് ഫ്രീഡം ടു മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും ഒക്കെ നടത്താനും ഒക്കെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശം നൽകുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതെല്ലാം നമ്മൾ പിന്നീട് വിശദമായി പഠിക്കും. അതുകൊണ്ട് ഇപ്പം ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ പറയുമ്പോൾ അയ്യോ
ഇതെല്ലാം പെട്ടെന്ന് കേട്ടപ്പോൾ ഒന്നും തലയിൽ നിൽക്കുന്നില്ല എന്നുള്ള ആശങ്കയേ വേണ്ട. ഇതൊന്ന് കേട്ട് വിട്ടേക്കൂ നിങ്ങൾ. കാരണം ഇതെല്ലാം നമ്മൾ വളരെ എക്സാമ്പിൾ ഉൾപ്പെടെ പറഞ്ഞ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും. അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഒരു ആമുഖമായിട്ട് ഇത്രയൊന്നും ഓർക്കുക. പ്രിയാമ്പിൾ സെക്കോസ് ഓൾ സിറ്റിസൺ ഓഫ് ഇന്ത്യ ലിബർട്ടി ഓഫ് ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. കണ്ട, ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിള് ഒരു കാര്യം ഉറപ്പുവരികയാണ്. എന്താണെന്നറിയാമോ? ലിബർട്ടി ഓഫ് ബിലീവ്, വിശ്വസിക്കാനുള്ള അവകാശം. ഫെയ്ത്ത്, അതിന് ഏതിലും വിശ്വസിക്കാനുള്ള അവകാശം. ആൻഡ് വർഷിപ്പ്, പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും ആവിഷ്കരിക്കാനും ചിന്തിക്കുവാനും അഭിപ്രായം പറയാനും ഒക്കെ ഭരണഘടന നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചേർത്തൊരു ആകെ തുകയായിട്ട് നമുക്ക് പറയാം ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ്. സെക്കുലർ സ്റ്റേറ്റിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അത് നിങ്ങൾ ഓർക്കണം. ഒരു മതരാഷ്ട്രത്തിൽ മതമേലധ്യക്ഷന്മാർ പറയുന്ന അവരുടെ മതനിയമം നടപ്പാക്കിയേ മതിയാകൂ, അതനുസരിച്ചേ മതിയാകൂ. ഇവിടെ അങ്ങനെയല്ല. ഇനി മതമില്ലാത്ത ഒരാളാണ് ഇന്ത്യയിൽ, മതവിശ്വാസിയല്ല, ദൈവവിശ്വാസിയല്ലാത്ത ഒരാളുണ്ടെന്നിരിക്കട്ടെ, അയാൾക്കും ഉണ്ട് ഇവിടെ ഇടം. നമ്മുടെ മണ്ണിൽ അയാൾക്കും ഇടമുണ്ട്. അയാൾക്കും ഭരണഘടന മറ്റ് ഈശ്വരവിശ്വാസിയും മതവിശ്വാസിക്കും കൊടുക്കുന്ന എല്ലാ പ്രിവിലേജും ഇയാൾക്കും കൊടുത്തിരിക്കും. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി 12ാമത്തെ തീരാറായി. 15 പോയിൻ്റേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ 5 പോയിൻ്റ്, ഇപ്പം നമ്മൾ 10 പോയിൻ്റ് ഒരുമിച്ച് ഇവിടെ പഠിക്കുന്നു. ഇത് എല്ലാം നമ്മൾ പിന്നീട് പഠിക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി പോകുന്നു എന്നേ ഉള്ളൂ. നോക്കൂ, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലെ മറ്റൊരു സവിശേഷമായ ക്യാരക്ടർ ഫീച്ചർ എന്ന് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശം. അതിനാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആസ് എ ബേസിസ് ഓഫ് ഇലക്ഷൻ ടു ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലി ആൻഡ് ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡീസ്. നമ്മുടെ ലോകസഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും നിയമസഭയിലേക്കും അതുപോലെ തന്നെ ലോക്കൽ സെൽ ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലേക്കും ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ അടിസ്ഥാനമാക്കിയാണ്. ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കൂടി ഇവിടെ നിങ്ങൾ പഠിച്ചു പോകണം. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. ആർട്ടിക്കിൾ 326 326 ഇലക്ഷൻ കമ്മീഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ വിശദീകരിക്കും. എങ്കിൽ ഇത് ഒരു ആർട്ടിക്കിളും ഒരു അമെൻമെൻറ്റും ഇന്ന് ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചാൽ ഞാൻ പറയുന്നു നിങ്ങൾക്ക് 1 മാർക്കിനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന്, ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? അത് ആർട്ടിക്കിൾ 326 ആണെങ്കിൽ ദി അമെൻമെൻറ്റ് ആക്ട് വിച്ച് ഇൻട്രൊഡ്യൂസ്ഡ് അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശം നടപ്പാക്കിയ ഭരണഘടനാ ഭേദഗതി. വിച്ച് അമെൻമെൻറ്റ് ആക്ട് റെഡ്യൂസ്ഡ് വോട്ടിംഗ് ഏജ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഫ്രം 21 years to 18 years. 21 വയസ്സായിരുന്നു ആദ്യം ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം. ഇപ്പോൾ എത്രയാണ്? 18 വയസ്സ്. 18 വയസ്സായ ആർക്കും ഇന്ന് വോട്ട് ചെയ്യാവുന്ന ഒരവസ്ഥ ഇന്ത്യയിലുണ്ട്. ആർക്കും എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം കേട്ടോ. അല്ലാതെ 18 വയസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരൊന്നും ചേർക്കാതെ വോട്ട് ചെയ്യാൻ ചെന്നാൽ സമ്മതിക്കില്ല. കാരണം അവിടെ ഇതാ ഒരു ചോദ്യം പറയാണ്. കാരണം എന്താണ്? ഇതാ വരുന്നു. എന്താണ്? റൈറ്റ് ടു വോട്ട് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് നമ്മളെ കുഴപ്പിക്കുന്നതാണ്. വോട്ടവകാശം മൗലികാവകാശമാണെന്ന് പലരും പറയും. അല്ല, റൈറ്റ് ടു വോട്ട് ഈസ് എ ലീഗൽ റൈറ്റ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് തന്നെയാണ്, പക്ഷേ ഇത് ലീഗൽ റൈറ്റ് ആണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് എന്ന് പറയാം, ഇതിനെ നമുക്ക് അതുപോലെ തന്നെ എന്താണ് ലീഗൽ റൈറ്റ് എന്ന് പറയാം, ബട്ട് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ആ 18 വയസ്സ് പൂർത്തിയായി എന്നതുകൊണ്ട് ആ വോട്ടവകാശം കിട്ടുമായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മൗലികാവകാശം. അങ്ങനെ കിട്ടുമോ? കിട്ടൂലല്ലോ. അയാൾ എന്ത് ചെയ്യണം? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരൊക്കെ ചേർത്ത് നിയമപരമായിട്ട് അതിനുള്ളൊരു അവകാശം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്. അത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ടു വോട്ട് ഈസ് എ ഡാഷ് റൈറ്റ്, എന്നിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്
ലീഗൽ റൈറ്റ് എന്നൊക്കെ ആൻസർ വരും. ലീഗൽ റൈറ്റ് ആണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പലരും എഴുതി വയ്ക്കും, തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓർമ്മിച്ചോളുക, ഈ ഇന്ത്യൻ പൗരൻ്റെ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി 61st അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1989 ആണ്. 1989 61ാം ഭേദഗതിയിലൂടെയാണ് പൗരൻ്റെ വോട്ടിംഗ് പ്രായം കുറച്ചത്. അപ്പോൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രായപൂർത്തി, വോട്ടവകാശം വിശദമായി നമ്മൾ പഠിക്കും, ഇലക്ഷൻ കമ്മീഷനൊക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം ഇവിടെ ഓർക്കുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? തീരാറായി. ഇത്രയേ ഉള്ളൂ, ഈ കാണുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഓപ്റ്റഡ് ഫോർ സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമ്മൾ എന്താണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്? സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏക പൗരത്വം. ഏക പൗരത്വം. ഇന്ത്യ ബോറോഡ് ദിസ് ഐഡിയ ഫ്രം വിച്ച് നേഷൻ? നമ്മൾ പഠിച്ചു, ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എടുത്തത്. ഒരു കാരണവശാലും USA എന്ന് പറയരുത്. ഓപ്ഷനിൽ ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്നാൽ ഇന്ത്യ ബോറോഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫ്രം എന്നിട്ട് US ഒക്കെയാണ് ആദ്യം കൊടുക്കുന്നത്. പലരും USA എന്നൊക്കെ എഴുതി വയ്ക്കും, തെറ്റാണ്. USA എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ രണ്ട് തെറ്റാണ് സംഭവിക്കുന്നത്. ഒന്ന്, USA നിന്നല്ല ഇത് എടുത്തതെന്നൊരു തെറ്റ്. രണ്ട്, USA ഈ സിസ്റ്റമേ അല്ല എന്നുള്ളത് വേറൊരു തെറ്റ്. കാരണം അപ്പോൾ ഒരിക്കൽ ചോദിച്ചതാണ്, USA ഫോളോസ് ഡാഷ് ടൈപ്പ് ഓഫ് സിറ്റിസൺഷിപ്പ്? ഡ്യുവൽ സിറ്റിസൺഷിപ്പാണ് USA. ഇരട്ട പൗരത്വം. USA ഫോളോസ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, ബട്ട് വി ഹാവ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. എന്താണ് അമേരിക്കയിലെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ? അതായത് അവിടുത്തെ സിറ്റിസണ് 2 തരം സിറ്റിസൺഷിപ്പ് ഉണ്ടാകും. നാഷണൽ സിറ്റിസൺഷിപ്പും ഉണ്ട്, സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പും ഉണ്ട്. നമുക്ക് ഒറ്റ സിറ്റിസൺഷിപ്പേ ഉള്ളൂ, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. നമുക്ക് സിറ്റിസൺഷിപ്പ് പഠിക്കണം കേട്ടോ. നമ്മൾ സിറ്റിസൺഷിപ്പ്, അതായത് പൗരത്വം പഠിക്കണം. പ്രധാനപ്പെട്ട ഒരു ആനുകാലിക ചോദ്യമൊക്കെ അതിനകത്ത് വരും. നമ്മുടെ ഇപ്പോഴത്തെ 2019 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൂടി അനുബന്ധമായിട്ട് നമ്മൾ വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് വരാം നമുക്ക്. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഒരുപാട് അതിനകത്ത് വരും. ഇവിടെ നോക്കൂ, നമ്മൾ പറയുന്നത് ഇന്ത്യ ബോറോഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫ്രം എവിടെ നിന്ന്? ഇന്ത്യ ബോറോഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫ്രം ബ്രിട്ടൻ. അമേരിക്ക എന്ന് പറയില്ല. അമേരിക്കയിൽ 2 തരം സിറ്റിസൺഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞു. ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പും നാഷണൽ സിറ്റിസൺഷിപ്പും. അതാണ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? എങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്, ഒപ്പം കേരള സിറ്റിസണുമാണ്. അല്പം അപ്പുറത്ത്, കളിക്കാവളയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ പറയും, ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്, ഒപ്പം തമിഴ് സിറ്റിസനുമാണ്. അതിൻ്റെ അപ്പുറത്ത് നിന്ന് പറയും, ഞാൻ ഇന്ത്യൻ സിറ്റിസണാണ്, കന്നഡ സിറ്റിസണാണ്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിഘടന സ്വഭാവം നമ്മളിൽ അറിയാതെ ഉടലെടുക്കും. ഞാൻ കേരളീയനാണ്, കേരളത്തിൻ്റെ ആ ഒരു ദേശീയത അങ്ങ് പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യൻ സിറ്റിസണാണ്, കേരള സിറ്റിസണാണെന്ന് പറഞ്ഞതിൽ ആദ്യം പറഞ്ഞത് പറയൂല, ഞാൻ കേരള സിറ്റിസൺ എന്ന് മാത്രം പറയും. ഇന്ത്യൻ സിറ്റിസൺ അങ്ങ് പോവും. അപ്പം നമ്മുടെ ഭരണഘടനാ ശില്പികൾ അത്ര ബുദ്ധിയില്ലാത്തവരല്ല, വളരെ ദീർഘവീക്ഷണമുള്ളവരാണ്. എന്തിനാണ് ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് നമ്മൾ സ്വീകരിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ടു ബിൽഡ് അപ്പ് ആൻ യുണൈറ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് നാഷൻ, ഇന്ത്യൻ നാഷൻ. ടു ബിൽഡ് അപ്പ് ആൻ യുണൈറ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യൻ യൂണിയൻ. നമ്മൾ ഇന്ത്യൻ യൂണിയൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷൻ യുണൈറ്റഡ്, ഐക്യത്തോടെ അല്ലെങ്കിൽ ഒരു ദേശീയ ബോധം വളർത്തിയെടുക്കുക. നമ്മളെപ്പോഴും പറയും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്? മലയാളിയായാലും തമിഴനായാലും തെലുങ്കനായാലും ആസാമിയായാലും കാശ്മീരി ആയാലും പറയുന്നത് എന്താണ്? ഐ ആം ഇന്ത്യൻ സിറ്റിസൺ. എത്ര സുന്ദരമായ പദം ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റത് വലിയ കുഴപ്പം ചെയ്യും കേട്ടോ. ഞാൻ കേരള സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തൊട്ടടുത്ത തമിഴനോട് വലിയ വിരോധം തോന്നും. ഒന്നാമത് പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്, മുല്ലപ്പെരിയാർ ഋഷിയും മറ്റുമൊക്കെ. ഇങ്ങനെയും കൂടെയൊക്കെ സിറ്റിസൺഷിപ്പ് ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, തമിഴന് ഞങ്ങൾ ഒരു തുള്ളി വെള്ളം കൊടുക്കൂല എന്ന് പറയും. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെയൊക്കെ പ്രശ്നമായി പോവും. അപ്പോൾ വലിയ വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ ശില്പികൾ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ടു ബിൽഡ് അപ്പ് ആൻ യുണൈറ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഇന്ത്യൻ നാഷൻ, അങ്ങനൊരു ഇന്ത്യൻ നാഷനെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. സിംഗിൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് 2
ആർട്ടിക്കിൾ 5 to 11. ആർട്ടിക്കിൾ 5 to 11 പാർട്ട് 2 നമുക്ക് പഠിക്കാം, സെപ്പറേറ്റ് പഠിക്കാം. ഇനി നോക്കൂ, 14 ക്യാരക്ടർ ഫീച്ചറിൽ പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് കൂടി ഉണ്ട് ഭരണഘടനാ പ്രകാരം. ഇവിടെ പറയും, നോക്കൂ, നമ്മൾ സാധാരണ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന എന്താണ്, ഒരു 3 പാർട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പറയുന്നത്. ദി ലെജിസ്ലേച്ചർ, ദി എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഇത് മാത്രമേ ഉള്ളൂ? അല്ല. ഇൻ അഡീഷൻ ടു ഓൾ ദീസ് there are certain independent constitutional bodies. ഭരണഘടനാപരമായിട്ടുള്ള മറ്റു പല സ്ഥാപനങ്ങളുമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഓൺലി പ്രൊവൈഡ്സ് ഫോർ ദി ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ഓർഗൺ. ഞാനിപ്പോൾ പറഞ്ഞ ഈ 3 അല്ല, നമ്മുടെ ബേസിക് പില്ലേഴ്സ് എന്നറിയപ്പെടുന്ന ദി ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി മാത്രമല്ല, എന്താണ്, ബട്ട് ആൾസോ എസ്റ്റാബ്ലിഷ് എ സർട്ടൺ ഇൻഡിപെൻഡൻറ്റ് ബോഡീസ്. എന്തൊക്കെയാണ്? എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, one of the important constitutional bodies in India. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു ഭരണഘടനാ സ്ഥാപനം. There shall be an election commission of India under Article 324. ഇന്ത്യൻ ഭരണഘടനയിലെ 324 വകുപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ട് ഇന്ത്യക്കൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാകണം. കണ്ട, ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയല്ലേ. ഇനി നമുക്ക് പറയാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC is, there shall be a UPSC under Article 315. 315 പറഞ്ഞിരിക്കുന്നു ഇന്ത്യക്കൊരു UPSC ഉണ്ടായിരിക്കണമെന്ന്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയല്ലേ. ദെൻ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അനദർ constitutional body, important constitutional body. Finance Commission is formed under Article 280, 280 വകുപ്പ് പ്രകാരം. All the constitutional bodies are appointed by the President of India. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും നിയമിക്കുന്ന ആര് തന്നെയാണ്? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായ രാഷ്ട്രപതി തന്നെയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എല്ലാം ഓരോ ടോപ്പിക്കായിട്ട് നമുക്കിതാ പഠിക്കാൻ പോവുകയാണ്. പിന്നീട് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുക, ഓരോന്നായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിൽ അറിയിക്കണം. സഹകാരി റൈസ് പ്ലസ്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കണം. ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രയോജനപ്പെടുന്നില്ല, ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആക്കാൻ ഇനി എന്തൊക്കെ ചെയ്യണം, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ നിർദ്ദേശിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അത് നിങ്ങൾ വിനിയോഗിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്കൊരിക്കലും നിങ്ങളോടുള്ള വിരോധമൊന്നും തോന്നാറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? രണ്ടായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ഇൻഡിപെൻഡൻറ്റ് ബോഡീസ് ഇങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ഇനി എല്ലാം അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രം ഇവിടെ പഠിച്ചാൽ മതി. ഓരോന്നും ആർട്ടിക്കിൾ ഉൾപ്പെടെ നമ്മൾ വിശദാംശങ്ങളിലേക്ക് പോകാം. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും ഉള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയൊക്കെ സിലബസിലുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അവയുടെ ധർമ്മങ്ങളും നമുക്ക് പഠിക്കാം, 1 by 1 ആയിട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് 15ാമത്തെ ലാസ്റ്റ് പോയിന്റ്, സേലിയൻറ്റ് ഫീച്ചേഴ്സിൽ നമ്മളിത് ആ ലാസ്റ്റ് പോയിന്റിലേക്ക് കടക്കുന്നു. എമർജൻസി പ്രൊവിഷൻസ്. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് എമർജൻസി പ്രൊവിഷൻ, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ പ്രൊവിഷൻ എന്താണ്? ഈ അടിയന്തരാവസ്ഥ അത് ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ടേക്കൺ ബൈ ഗവൺമെൻറ് ടു മീറ്റ് എനി എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ എഫക്റ്റീവ്ലി. രാജ്യത്ത് എന്തെങ്കിലും ഒരു അസാധാരണമായ സാഹചര്യം വരുമ്പോൾ അതിനെ എഫക്റ്റീവായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുക്കുന്ന നെസസറി സ്റ്റെപ്സിൻ്റെ പേരാണ് എന്താണ്? എമർജൻസി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് 3 types ഓഫ് എമർജൻസി. നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ഓർ പ്രസിഡൻറ്റ്സ് റൂൾ അണ്ടർ ആർട്ടിക്കിൾ 356, ഫിനാൻഷ്യൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 360. 352 വകുപ്പ് പ്രകാരം ഉള്ള നാഷണൽ എമർജൻസി, 356 വകുപ്പ് പ്രകാരമുള്ള സ്റ്റേറ്റ് എമർജൻസി, 360 വകുപ്പ് പ്രകാരമുള്ള ഫിനാൻഷ്യൽ എമർജൻസി. ഇതെല്ലാം ഓൾ ടൈപ്സ് ഓഫ് എമർജൻസീസ് ആർ ഡിക്ലെയർഡ് ബൈ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. എല്ലാം രാഷ്ട്രപതിയാണ്.
ഇതെന്തിനാണ് ഇന്ത്യയിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ട്. പൊതുവേ നമ്മൾ പറയുന്നത് ടു മീറ്റ് എനി എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ എഫക്റ്റീവ്ലി. രാജ്യത്ത് അസാധാരണമായൊരു സാഹചര്യം വരുമ്പോൾ അതിന് എഫക്റ്റീവായി നേരിടാൻ വേണ്ടിയിട്ടാണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സേലിയൻറ്റ് ഫീച്ചേഴ്സിലൊരു 15 പോയിൻ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത്രയും എടുത്ത് തന്നിട്ടുണ്ട്, പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. 2 ദീർഘമായ വീഡിയോ ക്ലാസ്സുകളിലൂടെയാണ് സേലിയൻറ്റ് ഫീച്ചേഴ്സ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം പലതും അപൂർണങ്ങളാണ്, കാരണം അതൊക്കെ ഓരോന്നും ഓരോ ടോപ്പിക്കുകളായി നമ്മളിനി പഠിക്കാനുള്ളത് കൊണ്ട് ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അപൂർണമായിട്ട് തോന്നാം. പക്ഷേ തീർച്ചയായിട്ടും അതെല്ലാം വിശദമായി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരുപാട് വിജയങ്ങൾ നിങ്ങളെ തേടി എത്തട്ടെ, അല്ലെങ്കിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾ തേടിപ്പിടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഹകാരി റൈസ് പ്ലസിൻ്റെ ഈ വീഡിയോ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് അടുത്ത ക്ലാസ് വരുന്നത്. ഈ പഠിച്ച സേലിയൻറ്റ് ഫീച്ചേഴ്സ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്സിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നിങ്ങളതിനെ കാണണം. കാരണം ഇതുവരെ പഠിച്ചതും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.